ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ അടൂരാണ്. അടൂർ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടൂർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. എവ്രിവൺ, അപ്പോൾ കുറേ ആളായി ഞാൻ ഈ അടൂർ കൂടി പോകുമ്പോൾ അമ്മച്ചിയുടെ കട, അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് കുറേ ആളായി തീരുമാനിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് അതിനുള്ളൊരു അവസരം കിട്ടിയത്. ട്രിവാൻഡ്രം പൂവാറ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ബിജോയ് ബ്രോയും ഉണ്ട്. അപ്പോൾ നമ്മൾ അടൂർ കടയിൽ വന്ന് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചട്ടിച്ചോറാണ് എനിക്കിഷ്ടം. അപ്പോൾ ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചേട്ടൻ ബിനു ചേട്ടൻ സാധനം ഫുഡ് കൊണ്ടുവന്നു. ഇതാണ് ചട്ടിച്ചോറ്. അറിയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. എല്ലാം ഉണ്ട്. പപ്പടം മുകളിലുണ്ട്, പിന്നെ അച്ചാർ, ഉണക്കമീൻ, ഓംലെറ്റ്, ഒരു ഉപ്പുമീൻ, ഒരു വറുത്ത മീൻ, ചിക്കൻ, എല്ലാം ഉണ്ട്. കാണുമ്പോൾ തന്നെ ക്ഷമയില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ഉപ്പുമീൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളി. ഉപ്പുമീൻ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ. പിന്നെ വറുത്ത മീനുണ്ട്, ചിക്കൻ പീസ്, മുട്ട വറുത്തത്, അതിൻ്റെ അടിയിലാണ് ചോറ്. നമ്മൾ ചെറുതായിട്ട് പണി തുടങ്ങി. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഒരു മുളകെടുത്ത് കഴിച്ചു. അടിപൊളി. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഈ കട ചെറുതായിട്ടൊന്ന് കറങ്ങി. എങ്കിലും ഞങ്ങൾ അവിടെ തന്നെ കഴിക്കാമെന്നുള്ള മൈൻഡിൽ വണ്ടി കൊണ്ട് നിർത്തി കയറി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ കൊള്ളാം. നല്ല തിരക്കാണ്. ആ സമയത്ത് നല്ല തിരക്കുണ്ട്. കുറേ ആൾക്കാർ, കുറേ പഴങ്കഞ്ചിയും കുറേ പല പല ഐറ്റങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. യെസ്, സൂപ്പർ. പകുതിയായി. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലൊക്കെയാണ്. അവിടെ കുറേ പോസ്റ്ററൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കഴിച്ച് പകുതിയാക്കി ഒരു കണക്കിന്. കുറേ സിനിമ നടന്മാരൊക്കെ വന്ന് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ. പ്രത്യേക ഒരു കുറേ നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി അടിച്ച് ഫുള്ളായിട്ട് തീർത്ത്, കുറച്ച് ബാക്കിയുണ്ട്. ഇതാണ് ഈ കട ഓണർ. അപ്പോൾ ഞാൻ പുള്ളിയുടെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ ഞാൻ അമ്മച്ചി ചോദിച്ചു. അപ്പോൾ അമ്മച്ചി 2 വർഷം മുമ്പ് മരിച്ചു എന്ന് പുള്ളി പറഞ്ഞു. പുള്ളി എന്നെ ടി വിയിലെ കണ്ടണമെന്ന് പറഞ്ഞു. സന്തോഷം. അപ്പോൾ ഇനിയും വന്നോന്നൊക്കെ പറഞ്ഞു. പുള്ളി ഞങ്ങൾക്ക് ഓണാശംസയൊക്കെ നൽകി. ഓൾ ദി ബെസ്റ്റ് പുള്ളി. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് പൈസ കൊടുത്തു, കയ്യും കൊടുത്ത് പിരിഞ്ഞു.